പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് എഫെസസ് ലേഖനത്തിലെ 3:17 വചനം വെളിപ്പെടുത്താണ്. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും. അപ്പൊ ക്രിസ്തു എങ്ങനെയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നത്? വിശ്വാസം വഴി, ദൈവിക പുണ്യം. അപ്പൊ നമ്മുടെ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് വിശ്വാസം നൽകണമേ കർത്താവേ, വിശ്വാസം നൽകണമേ. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രിയ സഹോദരങ്ങളെ നമുക്ക് സ്നേഹത്തിൽ, ആ ചാർലി കിർക്കിൻ്റെ അമേരിക്കൻ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അദ്ദേഹത്തെ വെടിവെച്ച് കൊന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ എറിക് അല്ലേ, എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഘാതകനോട് ക്ഷമിച്ചു. ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസിൻ്റെ ഭാര്യ ഗ്ലാഡിസ് വർഷങ്ങൾക്ക് മുൻപ് അല്ലേ, ഗ്രാം സ്റ്റുവർട്ട് സ്റ്റെയിൻസിനെയും 2 കുഞ്ഞുങ്ങളെയും ജീപ്പിലിട്ടിട്ട് ഒറീസയിൽ കത്തിച്ച്, ശരിക്കും ജീവനോടെ കത്തിച്ച് കൊന്നവരാണ് ഗ്ലാഡിസ്. ഭാര്യ ഓസ്ട്രേലിയക്കാരിയായ ഗ്ലാഡിസ് എന്താ പറഞ്ഞു? ഞാൻ എൻ്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ചുട്ടുകൊന്നവരോട് ഞാൻ ക്ഷമിക്കുന്നു. അത് പ്രിയ സഹോദരങ്ങളെ, ഈ യേശു ക്രിസ്തുവിൽ നിന്നാണ് അത്തരത്തിലുള്ളൊരു സ്നേഹത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. മാനുഷികമായ രീതിയിൽ നമ്മെ വെറുത്തവരോട്, നമുക്ക് ദ്രോഹം ചെയ്തവരോട് നമുക്ക് വെറുപ്പാണ് തോന്നുള്ളൂ. അതേസമയം ഒരു ശരിയായ ക്രിസ്തു ശിഷ്യനാണോ എന്നറിയാനായിട്ട് വളരെ സിമ്പിളാണ് അതിൻ്റെ മെത്തേഡ്. അതായത് ആ വ്യക്തിയെ വേദനിപ്പിക്കുമ്പോൾ ആ വ്യക്തിക്ക് തിരിച്ച് എങ്ങനെയാണ് പ്രതികരണം? പെട്ടെന്നൊരു ദേഷ്യം വന്നേക്കാം, പക്ഷേ ഒരു സ്ഥായിയായ ഒരു വെറുപ്പിൻ്റെ സ്പിരിറ്റാണ് വ്യക്തിയിലുണ്ട് ഉള്ളത് എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മൾ ഒരുപാട് ഇനിയും വളരണം എന്നാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ആ വചനം ഭയങ്കര ജ്ഞാനമാണ് ഈ പൗലോസ്ലീഹയുടെ വചനങ്ങൾ. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും. അപ്പം അതാണ് ദൈവികദാനമാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം, പ്രത്യാശ, ശരണം. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളിൽ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരും. അപ്പം അങ്ങനെയുള്ള വിശ്വാസത്തിൽ ശരിയായി അടിയുറച്ചവർക്ക് മാത്രമാണ് എത്ര പ്രതികൂലം വന്നാലും, എത്രയൊക്കെ വേദന മറ്റുള്ളവർ നൽകിയാലും ഒരു സ്നേഹത്തിൻ്റെ കൃപ, സ്നേഹത്തിൽ വേരുവാക്കി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വചനത്തിൻ്റെ കൃപ നമ്മൾ നിറയട്ടെ. ഇന്ന് അച്ഛൻ ഈവനിങ്ങിൽ ഒരു വടൂക്കരയിലെ മരണം വഴി വേർപെട്ടു പോയ പങ്കാളികളെ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെ അല്ലെങ്കിൽ മക്കൾ, അങ്ങനെ മരണം വഴി വേർപെട്ടു പോയവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ധ്യാന ശുശ്രൂഷയാണ്. അതിൻ്റെ ആരംഭം ശുശ്രൂഷ അച്ഛനാണെന്ന് വൈകിട്ട് 6 മണിയോടുകൂടി നടത്തുന്നത്. 6 മണി തുടങ്ങി 8 വരെയുള്ള സമയമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.